കുറേ പേരെങ്കിലും വീട്ടിൽ പുട്ടുണ്ടാക്കി ഇഷ്ടമാവില്ല പറഞ്ഞിട്ട് കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങിയിട്ട് ഉണ്ടാക്കുന്നവരായിരിക്കില്ല. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് പുട്ട് പൊടിച്ചെടുക്കുക. പക്ഷെ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ പറയുന്നത്, കുറച്ച് പേരുടെ. പലർക്കും അറിയാതെ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടാണല്ലോ നമുക്ക് പുട്ടുണ്ടാക്കി തരിക. അപ്പോൾ അങ്ങനെ വെളിയിൽ നിന്ന് വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരിക്ക് അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ പൊടി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചരി എടുക്കുക. എന്നിട്ടൊന്ന് വെള്ളത്തിൽ കുതിരാൻ വയ്ക്കുക. ഒരു 4-5 മണിക്കൂർ, മാക്സിമം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അങ്ങനെ കുതിരാൻ വെച്ചിട്ട് നല്ല പോലെ അത് ഊറ്റിയെടുക്കുക. എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞ ശേഷം നമുക്കതിന് 2 ഭാഗമായിട്ട് കേട്ടോ ഞാൻ അത് പൊടിച്ചെടുക്കുന്നത്. എല്ലാം കൂടി ജാറിലിട്ടാൽ പൊടിഞ്ഞ് കിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ചെടുത്തിട്ട് നമ്മുടെ ജാറിലിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായി പൊടിക്കേണ്ട, തരിതരി വേണം. ആ തരിതരിയാണ് നമ്മുടെ പുട്ടിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. എന്നിട്ട് അങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട്. ഒരു പേപ്പർ വെച്ചത് എന്താ വെച്ചാൽ അത് ഇങ്ങനെ നമ്മൾ അരിക്കുന്ന സമയത്ത് വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ ഒരു പേപ്പർ വെച്ചത്. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ ഇങ്ങനെ അരിച്ചു കൊടുക്കുക. നിങ്ങളുടെ നാട്ടിൽ ഈ അരിപ്പ വെച്ചിട്ട് അരിക്കാൻ തന്നെയല്ലേ പറയുക? എൻ്റെ അവിടെയൊക്കെ കോഴിക്കോട് അവിടെയൊക്കെ അങ്ങനെയാട്ടോ പറയുക. നിങ്ങളുടെ അവിടെ എന്താ പറയുക വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അരിച്ചിട്ട് പിന്നെ ഇങ്ങനെ ചേറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതാ നമ്മുടെ അതിന് തരി മാത്രം വേറെ കിട്ടും. അപ്പോൾ ആ തരിയില്ല ഇതുപോലെ കുഞ്ഞു മണികൾ വരുന്നത്, അത് നമുക്ക് ഈ നമ്മുടെ അരിച്ചെടുത്ത നമ്മുടെ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ എത്രത്തോളം നമ്മൾ ഈ തരി ചേർക്കുന്നോ അത്രത്തോളം നമ്മുടെ പുട്ട് സോഫ്റ്റും നല്ല ടേസ്റ്റും ആവട്ടോ. അപ്പോൾ വേണ്ടത്ര തരി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ നല്ല ഫൈനായിട്ട് പൊടിക്കരുത് എന്ന് പറയുന്നത്. ഇതുപോലെ കുറേ നമ്മൾ തരി നിന്ന് എടുത്ത ശേഷം ഞാൻ മാറ്റി വെച്ചിട്ട് നമ്മുടെ അരിയില്ല, അതും ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ തന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ തരി മാറ്റി വയ്ക്കുക കേട്ടോ. ഞാൻ ഈ പുട്ടുണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഈ തരി ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ അതിന് കുറച്ച് തരി എടുത്തിട്ട് വേറൊരു പാത്രത്തിൽ വേറെ എടുത്ത് വയ്ക്കും കേട്ടോ. കാരണം അത് വെച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി നമുക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റ് ഐറ്റം കേട്ടോ. അത് എങ്ങനെ ഉണ്ടാക്കുന്ന അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴും ഞാൻ ഇതാക്കുന്ന സമയത്ത് ഇതൊന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് എനിക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ അതുപോലെ അരിച്ചെടുത്ത് പൊടി വേറെ അതുപോലെ തരി വേറെ അങ്ങനെ മുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുക്കുക പറഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. 2-3 മിനിറ്റ് ഒന്ന് അടുപ്പത്തിട്ട് ഇളക്കിയാൽ വറുത്ത് കിട്ടും. അപ്പോൾ ഞാൻ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഉരുളി നല്ല ഡ്രൈ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവുമല്ലോ. എന്നിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ ഈ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൈ വിടാതെ ഇളക്കണേ. അധികം നേരം നമുക്കിത് ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 4 മിനിറ്റ് ഇളക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല പോലെ ഇതൊന്ന് ആവി വരാൻ തുടങ്ങും. അപ്പോൾ ഒരു പുട്ടിൻ്റെയൊക്കെ സ്മെല്ല് നമുക്ക് അപ്പം തന്നെ കിട്ടും. മാക്സിമം ഒരു 4 മിനിറ്റ് ഇളക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഇവിടെ നല്ല പോലെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം കേട്ടോ. തണുത്ത ശേഷം നമുക്കിത് ഉണ്ടാക്കി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ മാവ് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെച്ച് പുട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് എത്ര പുട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് പൊടി നമുക്ക് എടുക്കാം. ഞാൻ ഒരു പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്, ചിരട്ടപ്പുട്ടില്ല, അതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിന് പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുത്തിട്ട് മാത്രം കുഴച്ചെടുക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് ആണെങ്കിൽ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തത് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ അത് ഡ്രൈ ആകുമ്പോൾ നമുക്ക് എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പൊങ്ങി വരും. അങ്ങനെയാണല്ലോ കടയിൽ നിന്ന് വാങ്ങുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുടഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പം നമുക്ക് കൈ തന്നെ മനസ്സിലാവും ഒരു പുട്ടിൻ്റെ ആ ഒരു ഇത് വരുന്ന സമയത്ത് എല്ലാ പൊടിയിലും ഒരു നനവെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുഴയ്ക്കുന്നത് നിർത്താം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിത് കുഴച്ച് നമ്മുടെ പുട്ടിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ പാത്രത്തിലേക്ക് അതിൽ ഞാൻ അടിയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നമ്മുടെ ഈ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക, പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മുടെ കുക്കറിലേക്ക് വെച്ചിട്ട് നല്ല പോലെ ആവി കയറ്റി എടുക്കാം കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടിനെ പോലെ തന്നെ നല്ല സോഫ്റ്റ്, അതിനേക്കാൾ സോഫ്റ്റാണ് കേട്ടോ ഇത്. നല്ല എന്താ പറയുക, നമ്മളിത് പുട്ട് എടുത്തിട്ട് വെക്കുന്ന സമയത്ത് തന്നെ നല്ല കട്ടിക്ക് നിൽക്കില്ല, അങ്ങനെയേ ഉടഞ്ഞു വരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുള്ളൊരു ഫുഡുമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കടലക്കറിയോ ചെറുപയർ കറിയോ ഇനി പഴമോ പിന്നെ തലേന്നത്തെ മീൻ കറിയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും പറയേണ്ട, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ പുട്ട് കഴിക്കാമല്ലോ. ഞാൻ ഇപ്പോൾ ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കറി ഒഴിച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആ ചെറുപയർ കറിയുടെ റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിലിടുന്ന കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇനി കടയിൽ നിന്ന് തന്നെ വാങ്ങുന്നവരൊന്ന് വീട്ടിലൊന്നും ഒരിക്കലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറേ കുട്ടി വീഡിയോസ് ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അപ്പോൾ ടാറ്റാ.